നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. പ്രഭാതം, മധ്യാഹ്നം, പ്രദോഷം എന്നിങ്ങനെ ഗായത്രി ജപത്തിന് 3 ഭാവങ്ങളുള്ളതായി കാണാം. പ്രഭാത സമയത്തെ ജപം ബ്രഹ്മസ്വരൂപിണി ഭാവദർശനത്തിന് സഹായിക്കുന്നു. ഈ ഭാവത്തിൽ അക്ഷരരൂപിണിയായ സരസ്വതി വിദ്യയുടെ ദേവത കൂടിയാണ്. മധ്യാഹ്നത്തിൽ ഗായത്രി രുദ്രരൂപിണിയാകുന്നു. ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും തടസ്സങ്ങളെയും അകറ്റാൻ ഉഗ്രരൂപിണിയായ ദുർഗയ്ക്ക് സാധിക്കും. പ്രദോഷത്തിൽ ഗായത്രി വിജ്ഞാനരൂപിണിയാകുന്നു. ഈ നേരത്തെ മന്ത്രജപം സർവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഗായത്രിയും പ്രാണശക്തിയെ നിയന്ത്രിക്കുന്ന സാവിത്രിയും വാക്കിനെയും വിദ്യയെയും നിയന്ത്രിക്കുന്ന സരസ്വതിയും നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവയാണ്. ഇവയെ സമന്വയിപ്പിക്കുന്നവർക്കെന്നും ത്രിവേണി സംഗമത്തിൻ്റെ പുണ്യം ലഭിക്കും. തുടർന്ന് ഗുരുവചനം കേൾക്കാം. സൂര്യനുദിക്കുമ്പോൾ ഇരുട്ടു മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ധൈര്യാങ്കുശേന നിഭൃതം രഭസാദാകൃഷ്യ ഭക്തിശൃംഖലയാ പുരഹരചരണാലാനി ഹൃദയമഭേദം ബധാന ചിദ്യന്ത്രൈഃ. ധൈര്യാങ്കുശേന നിഭൃതം പ്രഭസാദാകൃഷ്യ ഭക്തിശൃംഖലയാ പുരഹരചരണാലാനി ഹൃദയമഭേദം ബധാന ചിദ്യന്ത്രൈഃ. സന്ധ്യാദീപം. ഇനി ശങ്കരസ്തോത്രാമൃതം. ശിവാനന്ദലഹരി എന്ന ആനന്ദലഹരിയുടെ ഉപസംഹാരമാണ്. ശിവാനന്ദലഹരിയാകുന്ന എൻ്റെ കവിതാ കന്യകയെ അല്ലയോ ശ്രീ പരമേശ്വര അങ്ങ് സ്വീകരിച്ചാലും എന്നാണ് ശ്രീ ശങ്കരാചാര്യർ അപേക്ഷിക്കുന്നത്. ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 95 ശ്ലോകങ്ങളാണ് പഠിച്ചത്. എൻ്റെ മനസ്സ് അതികഠിനമാണെന്ന് വിചാരിച്ച് അവിടുത്തെ പാദങ്ങൾ മൃദുലങ്ങളാണെന്നത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കാതിരിക്കരുത്. കാരണം അതികഠിനമായ പർവ്വതത്തിലാണല്ലോ അങ്ങ് വസിക്കുന്നതും വിഹരിക്കുന്നതും നൃത്തം ചെയ്യുന്നതുമെല്ലാം. അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഒരു ശങ്കയുമില്ലാതെ പ്രവേശിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് ധൈര്യങ്കുശേന നിഭൃതം
രഭസാദാകൃഷ്യ ഭക്തിശൃംഖലയാ പുരഹര ചരണാലാനേ ഹൃദയമദേഭം ബധാന ചിദ്യന്ത്രൈഃ. ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ഹൃദയമദേഭം ബധാന. ഹൃദയമദേഭം, ഹൃദയമാകുന്ന മനസ്സാകുന്ന മദേഭത്തെ, മദേഭം മദയാന, മദം പൊട്ടിയ ആന, മദം പിടിച്ച ആന. അപ്പം തൻ്റെ മനസ്സ് ഒരു മദയാനയെ പോലെയാണ്. അതെന്തൊക്കെ അക്രമമാണ് ചെയ്യാന്ന് കണക്കില്ല. അതെങ്ങോട്ടൊക്കെ പോകും, എന്തൊക്കെ ചെയ്യും ഒന്നും പറയാൻ വയ്യ. മദയാനയെ പോലെയാണ് എൻ്റെ മനസ്സ്. അങ്ങനെയുള്ള എൻ്റെ ഹൃദയമാകുന്ന മദേഭത്തെ, മദയാനയെ ബധാന, ബധാന നീ ബന്ധിച്ചാലും. ശിവനോട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയൊക്കെ? ധൈര്യങ്കുശേന രഭസാദാകൃഷ്യ ഭക്തിശൃംഖലയാ ചരണാലാനേ ഹൃദയം ബധാന. ധൈര്യാങ്കുശേന, ധൈര്യമാകുന്ന അങ്കുശം കൊണ്ട്. അങ്കുശം തോട്ടി. ആനയെ നിയന്ത്രിക്കുന്നതിന് തോട്ടി, വടി തുടങ്ങി പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അങ്കുശം എന്നാൽ തോട്ടി. അവിടെ ആനയുടെ ശരീരത്തിൽ അടയാളം വരുത്തുന്നത് കൊണ്ടാണ് അങ്കുശം എന്ന് വിളിക്കുന്നത്. തോട്ടിക്ക് ശരീരത്തിൽ പാടുകളെ ഉണ്ടാക്കുന്നു. അങ്ങനെ തോട്ടി ഉപയോഗിച്ചിട്ടാണ് ആനയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ പറയാണ്, ധൈര്യമാകുന്ന അങ്കുശം കൊണ്ട്, ധൈര്യമാകുന്ന തോട്ടി കൊണ്ട് രഭസാദാകൃഷ്യ, രഭസാദ് ബലപൂർവകം അഥവാ വേഗത്തിൽ, വളരെ വേഗത്തിൽ, വേഗതയോടുകൂടി, ഒട്ടും വൈകിക്കൂടാ. വൈകിക്കഴിഞ്ഞാൽ മദയാന മറ്റു വല്ലതൊക്കെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ മനസ്സാകുന്ന മദയാനയെ വേഗം കെട്ടണം. അതാണ് രഭസാദ്. ആകൃഷ്യ, ആകർഷിച്ച്, വലിച്ച്. എങ്ങനെ കെട്ടണം? ഭക്തിശൃംഖലയ. അവിടെ ഭക്തിയെ ചങ്ങലയായിട്ട് ഉപമിച്ചു. ആനയെ തളയ്ക്കാൻ ശക്തിയുള്ള ചങ്ങല പോലെ മനുഷ്യ മനസ്സാകുന്ന മദയാനയെ തളയ്ക്കാനുള്ള ചങ്ങലയാണ് ഭക്തി. ചങ്ങല പല കണ്ണികൾ ചേർത്ത് വിളക്കി ഉണ്ടാക്കിയതാണ്. അതുപോലെ ഭക്തിയും ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം തുടങ്ങി പല പല കണ്ണികൾ ചേർത്ത് വിളക്കിയതാണ്. കീർത്തനം എന്നുള്ളതിൽ തന്നെ നമുക്ക് സ്തോത്രങ്ങൾ, ഭജനകൾ, ഉച്ചത്തിലുള്ള ജപങ്ങൾ, മന്ദജപങ്ങൾ, മൗനജപങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്താം. ഇപ്പോൾ ശ്രവണം, കീർത്തനം, സ്മരണം തുടങ്ങിയ അനേക കണ്ണികളോടുകൂടിയ ഭക്തിശൃംഖല. ഈ ഭക്തിശൃംഖല കൊണ്ട് എൻ്റെ മനസ്സാകുന്ന മദയാനയെ കെട്ടണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ? ധൈര്യങ്കുശേന നിഭൃതം. നിഭൃതം പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട ഈ മദയാനയെ പൂർണ്ണമായി നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ച ശേഷം ഇതിനെ കെട്ടണം. എന്തുകൊണ്ട് കെട്ടണം? ഭക്തിശൃംഖലയ. ഒട്ടും വൈകിക്കൂടാ. രഭസാദ്, പെട്ടെന്ന് തന്നെ വേഗത്തിൽ ശക്തിപൂർവം ഈ ആനയെ ആകർഷിച്ച് കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ വേറെയും ചില വിശേഷണങ്ങളുണ്ട്. അവയെ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.
അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീപത്മനാഭന്റെ ദാസന്മാരായി ജീവിക്കുന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ മഹാപുണ്യമാണെന്ന് കരുതുന്നവരാണ് തിരുവനന്തപുരം നിവാസികൾ. ശ്രീപത്മനാഭ എന്നുള്ള വിളി ആത്മതാളമായി ജീവിതത്തിന്റെ ശ്രുതിയും ലയവുമാകുമ്പോൾ പത്മനാഭന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ശ്രീപത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റനവധി മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുവെന്നതാണ് സത്യം. ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മിത്രാനന്തപുരം ക്ഷേത്രം. പത്മനാഭ ചരിത്ര സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുകയും എന്നാൽ പുറം ലോകത്തിന് വേണ്ടത്ര കേട്ടറിവുമില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഇന്ത്യയിലെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മിത്രാനന്തപുരം ക്ഷേത്രം. സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ സംഗമഭൂമിയാണിവിടം. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ദർശന സൗഭാഗ്യം ഒന്നിച്ച് ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുക എന്നതും അപൂർവമായ പുണ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ മിത്രാനന്തപുരം ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും ആദ്യ ദർശനവേളയിൽ തന്നെ ആനന്ദമയമാകുന്ന ആത്മബോധത്തിൽ നിന്നും അനുഭവിച്ചറിയുന്ന പുണ്യോത്സവങ്ങളുടെ ഈ പ്രദക്ഷിണ വഴികളിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തിരികെ പോകാൻ കഴിയാത്തതും അത്രയ്ക്കും അനിർവചനീയമായ ആനന്ദാനുഭൂതി തന്നെയാണ് ശ്രീ മിത്രാനന്തപുരം ക്ഷേത്ര ദർശനം നമുക്ക് നൽകുന്നത്. മിത്രാനന്തപുരിയിലെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളിലെ ബ്രഹ്മക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. പത്മനാഭ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്രയാണോ ഒരുപക്ഷെ അത്രത്തോളം കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടാകും എന്നാണ് പഴമക്കാർ പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 ബ്രഹ്മക്ഷേത്രങ്ങളിലൊന്നാണ് മിത്രാനന്തപുരം ബ്രഹ്മക്ഷേത്രം. നാലമ്പലത്തിനുള്ളിൽ നിരവധി കൽത്തൂണുകളാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികൾ പരമാവധി വീതിയുള്ളത് തന്നെയാണ്. ബ്രഹ്മക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തന്നെയാണ്. ശിലാശില്പങ്ങളാൽ സമ്പന്നമായ ചതുര ശ്രീകോവിൽ സാധാരണ ശ്രീകോവിലുകളെക്കാളും ഉയരമുള്ളതാണ്. ശ്രീകോവിലിന് മുകളിൽ തട്ടുതട്ടായി തിരിച്ച് ശിലാചരിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ദൂരെ നിന്നുള്ള ഒറ്റ നോട്ടത്തിൽ ശ്രീകോവിൽ വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഏതോ പുഷ്പദളങ്ങളാണെന്ന് തോന്നിപ്പോകും. കേരളത്തിൽ കണ്ടുവരുന്ന പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശില്പചാതുരി തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതി വിഗ്രഹമുണ്ട്. ലോകത്തിലെ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഗണപതി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഗണപതി ഭഗവാനെ ഉച്ഛിഷ്ട ഗണപതി എന്നാണ് പറയുന്നത്. ഗണപതി ഭഗവാന്റെ മടിയിൽ ദേവി ഇരിപ്പുണ്ട്. ഇരുവരും പ്രണയലീലയിൽ മുഴുകിയിരിക്കുന്ന വിഗ്രഹരൂപമാണ്. ഇവിടുത്തെ ഗണപതി ഭഗവാനെ ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ബ്രഹ്മദേവനോളം പ്രാധാന്യം നൽകിയാണ് ഇവിടെ ഉച്ഛിഷ്ട ഗണപതിക്കും പൂജകൾ നടത്തുന്നത്. നാലമ്പലത്തിന് പുറത്തായി നിൽക്കുന്ന വലിയ ആൽമര ചുവട്ടിൽ നാഗദൈവങ്ങളെയും വച്ചാരാധിക്കുന്നുണ്ട്.
ബ്രഹ്മക്ഷേത്രത്തിലെ മഹാദർശനത്തിലൂടെ സൃഷ്ടിദേവനുമായി ആത്മാവ് സംഗമിച്ചു കഴിയുമ്പോൾ ഇനി സ്ഥിതിയുടെ നാഥനായ വിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നടക്കാം. മിത്രാനന്തപുരം ക്ഷേത്രങ്ങളിലെ ചുറ്റമ്പലത്തിന് മുന്നിലെ കാഴ്ചകൾ നാലമ്പലത്തിനുള്ളിലെ കാഴ്ചകൾ പോലെ ആകർഷകമല്ലെങ്കിലും സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചുറ്റമ്പലം തന്നെയാണ് 3 ക്ഷേത്രങ്ങളുടേതും. വിഷ്ണു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന ഗരുഡ ഭഗവാനെ കാണാം. ബ്രഹ്മക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വിഷ്ണു ഭഗവാന് വട്ടശ്രീകോവിലാണ്. വട്ടശ്രീകോവിലിന് ചുറ്റും ഭഗവാന്റെ അവതാര രൂപങ്ങൾ ചിത്രങ്ങളായി വരച്ചു വെച്ചിട്ടുണ്ട്. പത്മനാഭപുരം ചരിത്രങ്ങളിലെ പഴയ താളിയോലകളിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ശ്രീകൃഷ്ണ വിഗ്രഹമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന് ഒരഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ സർവ്വതിന്റെയും നിലനിൽപ്പിന് ആധാരം ഭഗവാൻ തന്നെയാണല്ലോ. സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമൊക്കെ ഭഗവാന്റെ അകക്കണ്ണിന് കണ്ണാടിയിലെ പ്രതിബിംബം എന്ന പോലെ സുതാര്യമായ കാഴ്ചകളാണല്ലോ. അനാദിയായ കാലത്തിന്റെ നിലനിൽപ്പിന് അതാത് കാലഘട്ടങ്ങളിൽ സർവചരാചരങ്ങളെയും എങ്ങനെയൊക്കെ നിലനിർത്തണമെന്നതും ഭഗവാന്റെ കർമ്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഉള്ളിൽ സർവയുഗങ്ങളിലെയും ഇരുളും വെളിച്ചവും ജനിമൃതികളും പ്രളയവുമൊക്കെ അതാത് യുഗങ്ങൾക്ക് മുമ്പേ തെളിഞ്ഞു നിൽക്കുന്നു. ഓരോ യുഗങ്ങളിലും സംഭവിക്കാനിരിക്കുന്നതൊക്കെയും മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാകാം ഭഗവാന്റെ ചുണ്ടുകൾ സദാ പുഞ്ചിരി തൂകി നിൽക്കുന്നതും. വിഷ്ണു ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ ത്രിലോകങ്ങളുടെയും നാഥനായ മഹാദേവന്റെ സന്നിധിയിലേക്കാണ് അടുത്ത യാത്ര. സർവപാപ പരിഹാരങ്ങൾക്കുമായി ഭഗവാന്റെ മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിക്കാം. സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ ശ്രീ പരമേശ്വര ദർശനത്തിനപ്പുറം മറ്റൊരു ദർശനഭാഗ്യമില്ല തന്നെ. സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ നയനങ്ങളും ആകാശം നെറ്റിത്തടവും ഭൂമി ഭഗവാന്റെ തിരുജട വിരിച്ചിടുവാനുള്ള ഇടവുമാകുമ്പോൾ ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മായാപ്രതിഭാസമാകുന്നു. സമചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ശിവക്ഷേത്രത്തിലേത്. നമസ്കാര മണ്ഡപത്തിനുള്ളിൽ നന്ദിദേവൻ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു. ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തോളം തന്നെ പഴക്കമുണ്ട് നന്ദി പ്രതിഷ്ഠയ്ക്കെന്നാണ് പറയുന്നത്. അതിപുരാതനമായ ശ്രീകോവിൽ ചുറ്റിവരുമ്പോൾ ഒരു വശത്തായി ഭിത്തിയിൽ മനോഹരമായ ഗണപതി ഭഗവാന്റെ ഒരു ചുമർ ചിത്രം കാണാം. പണ്ടൊരിക്കൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തോടെ തന്നെ ഇവിടെ ഒരു മഹായാഗം നടന്നിരുന്നുവെന്ന് ക്ഷേത്രചരിത്രം പറയുന്നു. യാഗത്തിൽ സൂര്യഭഗവാൻ സന്തുഷ്ടനാകുകയും ചെയ്തു. അങ്ങനെ മിത്രഭഗവാനെ ആനന്ദിപ്പിച്ച സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവിടം മിത്രാനന്തപുരമെന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്നും ക്ഷേത്രത്തിന്റെ ആത്മീയ രേഖകളിൽ പറയുന്നു. അങ്ങനെ മഹായാഗങ്ങൾ നടന്ന പുണ്യഭൂമി കൂടിയാണിവിടം. യാഗഭൂമിയുടെ പ്രതീകമായി ശിവനടയുടെ മുന്നിൽ ഹോമകുണ്ഡങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാം. കോട്ടയ്ക്കുള്ളിൽ അധികമാരും അറിയപ്പെടാതെ കിടക്കുന്ന ഈ പ്രദേശം പ്രശാന്ത സുന്ദരമായ ഒരാശ്രമ അന്തരീക്ഷം പോലെ മനോഹരമാണ്.
നിരവധി വൃക്ഷലതാദികളാൽ നിറഞ്ഞ പ്രദേശം സദാ നേർത്ത കാറ്റ് വീശി കുളിർമയുള്ളതാക്കുന്നു. തണലേകുന്ന മരങ്ങൾക്ക് നടുവിലായി തീർത്ഥക്കുളം കാണാം. ഇവിടുത്തെ തീർത്ഥക്കുളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർ താമസിക്കുന്ന നമ്പിമഠം മിത്രാനന്തപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിമാർ നിത്യവും ഈ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഓലക്കുടയും ചൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾക്കായുള്ള യാത്രകൾ ആരംഭിക്കുന്നത്. ഒരിക്കൽ നമ്പിമഠങ്ങൾക്ക് മാത്രം പൂജാതി കർമ്മം ചെയ്യുവാനും ആരാധിക്കുവാനുമുള്ളതായിരുന്നു അത്രേ ശ്രീ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം. സായാഹ്ന പൂജകൾക്കായി നട തുറക്കുമ്പോൾ ക്ഷേത്രാന്തരീക്ഷം വിദ്യാർത്ഥികളുടെ ഗാനാർച്ചനകളാൽ മുഖരിതമായി. മിത്രാനന്തപുരം ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന അനാഥ മന്ദിരത്തിലെ കുട്ടികളാണ് ഇവർ. ഏതോ ജന്മനിയോഗം പോലെ സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ പുണ്യഭൂമിയിൽ നിന്ന് തന്നെയാണ് ഭാവിയിലേക്കുള്ള ഈ കുഞ്ഞുങ്ങളുടെ പ്രയാണം തുടങ്ങുന്നതും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിദം കാലദേശാവധിഭ്യ നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാ. ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ആദ്യം ദീപാരാധന നടത്തുന്നത് ശിവനടയിലാണ്. അലങ്കാര പൂജകൾക്ക് മുമ്പായി ഭഗവാന് ഇളനീരഭിഷേകം തുടങ്ങി. ശ്രീകോവിലിന്റെ നടകൾ തുറന്ന് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന ആത്മസ്വരൂപങ്ങളായി ഓരോ മനുഷ്യനും ഭഗവാനിലേക്ക് ഒരു നിമിഷമെങ്കിലും സ്വയം അറിയാതെ അലിഞ്ഞു ചേരുന്നു. ഈ ഒരു നിമിഷം തിരിച്ചറിയിപ്പിക്കുന്ന ആനന്ദവേളകൾ തന്നെയാണ് ഭഗവാന് മുന്നിലേക്കുള്ള ആനന്ദയാത്രകൾക്കായി നമ്മിലെ ആത്മാവ് നമ്മെ നിരന്തരം മോഹിപ്പിക്കുന്നതും. ശിവനടയിലെ പൂജകൾ കഴിഞ്ഞാൽ വിഷ്ണുനടയിലെ പൂജകൾക്കായുള്ള ഒരുക്കങ്ങളാണ്. ശ്രീകോവിലിനുള്ളിലെ ഓരോ ദീപങ്ങളിലും ഭഗവാന്റെ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ശംഖ് ചക്ര ഗദപത്മധാരിയായ ഭഗവാനിൽ നിന്നുള്ള പ്രകാശധാര പാപങ്ങളുടെ ഇരുളുകളിൽ നിന്നും പുണ്യങ്ങളുടെ പ്രകാശ വഴികളിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നതും. ഇനി ബ്രഹ്മക്ഷേത്രത്തിലെ പൂജകളാണ്. ബ്രഹ്മാവ് യോഗനിദ്രാഭാവത്തിലിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മക്ഷേത്രത്തിൽ ദീപാരാധന നടത്താറില്ല. പകരം അത്താഴ പൂജയാണ്. അങ്ങനെ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നിന്ന് അത്യപൂർവമായ ദർശന പുണ്യം കിട്ടുമ്പോൾ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ അനുഗ്രഹാശസ്സുകൾ നിറഞ്ഞു നിൽക്കും.